ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. വാണിയംകുളം പഞ്ചായത്തിൽ ഉദ്ഘാടനം ചെയ്യാനിരിക്കുന്ന കമ്മ്യൂണിറ്റി ഹാളിന്റെ വാടക 30,000 ആക്കിയതിൽ പ്രതിഷേധവുമായി BJP. 2010 വാണിയംകുളത്തെ പ്രവർത്തനമാരംഭിച്ച കമ്മ്യൂണിറ്റി ഹാളിന്റെ നിർമ്മാണം 15 കൊല്ലം കഴിഞ്ഞ പണി പൂർത്തിയാവാതെയാണ് 23-ാം തീയതി ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നത് എന്നാണ് BJP പറയുന്നത്. ഇതിന്റെ ഭാഗമായി മെയ് 21-ന് പഞ്ചായത്തിൽ നടന്ന യോഗം BJP അംഗങ്ങൾ ബഹിഷ്കരിച്ചു. ഓഡിറ്റോറിയത്തിന് 30,000 രൂപ 24 മണിക്കൂറിന് വാടക ഈടാക്കണമെന്നായിരുന്നു നാലാമതായി പഞ്ചായത്ത് വെച്ച അജണ്ട. വാണിയംകുളത്തെ 10,000 രൂപ നിരക്കിൽ ഒട്ടനവധി ഓഡിറ്റോറിയങ്ങൾ കിട്ടാൻ ലഭിക്കവേ സാധാരണക്കാരന്റെ സഹായം ആകേണ്ട പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ കുത്തക മുതലാളിമാർക്ക് വേണ്ടി വലിയ വാടകയാണ് CPM ഭരിക്കുന്ന വാണിയംകുളം പഞ്ചായത്ത് ഭരണസമിതി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതെന്നാണ് BJP നേതാക്കൾ പറയുന്നത്. ഇതിനെ തുടർന്ന് 23-ന് നടക്കുന്ന ഉദ്ഘാടന പരിപാടിയിൽ BJP അംഗങ്ങൾ മാറി നിൽക്കാനാണ് തീരുമാനം. ഭാരതീയ ജനതാ പാർട്ടിയുടെ മെമ്പറും പാർലമെന്റ് പാർട്ടി ലീഡറുമായ AP പ്രസാദ്, AC സുബ്രഹ്മണ്യൻ, പ്രസീത യു, KT ആശാദേവി, TJ ശാലിനി, മണ്ഡലം ജനറൽ സെക്രട്ടറി ജയരാജ്, മണ്ഡലം സെക്രട്ടറി P വിജു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വാണിയംകുളം പഞ്ചായത്തിൽ നടന്ന സാധാരണ ബോർഡ് യോഗത്തിലെ 4ാമത്തെ അജണ്ടയായ വാണിയംകുളം കമ്മ്യൂണിറ്റി ഹാളിന്റെ നിർമ്മാണവും നടത്തിപ്പുമായി ബന്ധപ്പെട്ടായി 2010 മുതൽ ആരംഭിച്ച വാണിയംകുളം പഞ്ചായത്തിലെ കമ്മ്യൂണിറ്റി ഹാളിന്റെ പ്രവർത്തനം ഉച്ചഴിയുന്ന രീതിയിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. ഈ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് പണി പൂർത്തിയാവാതെ ഒരു ഓഡിറ്റോറിയത്തിന്റെ സൗകര്യങ്ങൾ ഒന്നും അവിടെ നടപ്പിലാക്കാതെയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയെ ഉപയോഗിച്ചുകൊണ്ട് ഈ ഉദ്ഘാടനം നടത്തിയത്. വാണിയംകുളം പഞ്ചായത്തിലെ സാധാരണക്കാർക്ക് വേണ്ടി അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ കമ്മ്യൂണിറ്റി ഹാൾ പണിയണമെങ്കിൽ ആ സാധാരണ ജനങ്ങൾക്ക് ഉൾക്കൊള്ളാവുന്ന ഒരു വാടകയാണ് പഞ്ചായത്ത് നിശ്ചയിക്കുന്നത്. ഇന്ന് യോഗത്തിൽ വന്ന വാടക 30,000 രൂപ ഈ കമ്മ്യൂണിറ്റി ഹാളിന് വാടക നിശ്ചയിക്കണമെന്ന ആലോചനയാണ്. വാണിയംകുളം പഞ്ചായത്തിലെ സമീപ പ്രദേശത്തുള്ള മുതലാളിമാർ നടത്തുന്ന കല്യാണ മണ്ഡപങ്ങൾക്കൊക്കെ ഇതിലും കുറച്ച് വാടകയുള്ളൂ. 10,000 രൂപയ്ക്ക് പോലും വാടകയ്ക്ക് ലഭ്യമാകുന്ന ഓഡിറ്റോറിയങ്ങൾ വാണിയംകുളം പഞ്ചായത്തിൽ നിലനിൽക്കെ വാണിയംകുളം പഞ്ചായത്തിലെയും ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ചുകൊണ്ട് വിവിധ സർക്കാരുകൾ, കേന്ദ്ര സംസ്ഥാന ത്രിതല പഞ്ചായത്തുകളുടെ ഗ്രാന്റുകൾ ഉപയോഗിച്ചുകൊണ്ട് 15 വർഷം നീണ്ടുനിന്ന പ്രവർത്തനത്തിന്റെ ഭാഗമായി പൂർത്തിയാകാണ്ടെങ്കിലും ഉദ്ഘാടനം നടത്തുന്ന ഈ ഓഡിറ്റോറിയത്തിന് പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി 10,000 രൂപ നിരക്കിൽ ഓഡിറ്റോറിയത്തിന് വാടകയ്ക്ക് അനുവദിച്ചു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട സമയത്ത് ഇത് പാവപ്പെട്ടവർക്ക് കൊടുക്കാനുള്ളതല്ല, ഇത് ലാഭം ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓഡിറ്റോറിയമാണ്, അത് നടത്തിക്കൊണ്ടുപോകണമെങ്കിൽ 30,000 രൂപ വേണമെന്നാണ് ഒരു ദാർഢ്യത്തോടുകൂടി പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത്. ഈ വാണിയംകുളം പഞ്ചായത്തിൽ ഒരു കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മിക്കുമ്പോൾ ആ കമ്മ്യൂണിറ്റി ഹാളിന്റെ ഗുണഭോക്താക്കളാകേണ്ടത് ഈ വാണിയംകുളം പഞ്ചായത്തിലെ എല്ലാ ജനങ്ങളും. അവർക്ക് കുറഞ്ഞ നിരക്കിൽ കൊടുക്കേണ്ട, പഞ്ചായത്ത് കൊടുക്കേണ്ട ഈ ഓഡിറ്റോറിയം വലിയ കുത്തക മുതലാളിമാരെ സഹായിക്കാൻ വേണ്ടി ഒരു പൂർത്തിയാകാത്ത ഒരു ഓഡിറ്റോറിയം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ചിത്രമുണ്ട്. കല്യാണ ഹാളിലേക്ക്, കല്യാണ മണ്ഡപം അല്ലെങ്കിൽ ഫംഗ്ഷൻ നടക്കുന്ന ഹാളിൽ ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങൾ ഉണ്ടാവും, ഭക്ഷണം കഴിക്കുവാനുള്ള മേഖലയിൽ മേശയും കസേരയും അടക്കമുള്ള സംവിധാനങ്ങൾ ഉണ്ടാവും, അടുക്കളയിൽ വെക്കുവാനുള്ള പാത്രങ്ങൾ ഉണ്ടാവും, വിളമ്പുവാനുള്ള പാത്രങ്ങൾ ഉണ്ടാവും, ഓഡിറ്റോറിയത്തിന്റെ സമീപത്ത് ശൗചാലയം ഉണ്ടാവും. വാണിയംകുളം കമ്മ്യൂണിറ്റി ഹാളിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ശൗചാലയത്തിലേക്ക് ഒരാൾ മൂത്രമൊഴിക്കാൻ പോയി കഴിഞ്ഞാൽ ജീവിതത്തിൽ അദ്ദേഹം ഒരിക്കലും മൂത്രമൊഴിക്കില്ല എന്ന പ്രതിജ്ഞ എടുക്കുന്ന തരത്തിൽ മൂക്കുപൊത്തി അതിനുള്ളിലേക്ക് പോകേണ്ട അവസ്ഥയാണ് ഇപ്പോൾ. ന്യൂസ് ഡെസ്ക് CCV.